അസ്സലാമു അലൈക്കും പ്രിയ സഹോദരന്മാരെ. നമ്മൾ ഏറെ കാത്തിരുന്ന അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമായ റമദാൻ മാസം ഇപ്പോൾ തീരാൻ ദിവസങ്ങൾ മാത്രം ബാക്കി. ഇനി വളരെ കുറച്ച് വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ദിവസങ്ങൾ നമ്മൾ അള്ളാഹുവിനോട് കൂടുതൽ അടുത്ത് പോകണം. നമ്മുടെ പാപങ്ങൾ മാപ്പാക്കാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറാൻ അള്ളാഹുവിനോട് അപേക്ഷിക്കണം. നമ്മുടെ ആഗ്രഹങ്ങൾ പൂവണിയാൻ, കുടുംബത്തിന് സമാധാനം ലഭിക്കാൻ, മക്കൾക്ക് നല്ല ഭാവി ലഭിക്കാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ഈ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസം തീരുന്നതിന് മുമ്പ് നമ്മളുടെ ഈ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പൂവണിയാൻ അള്ളാഹുവിനോട് ദുആ ചെയ്ത് നമുക്ക് കേണപേക്ഷിച്ച് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മളുടെ എന്താണോ ആഗ്രഹങ്ങൾ, നടക്കാത്ത ആഗ്രഹങ്ങളെല്ലാം പൂവണിയാൻ ഈ സൂറത്ത് ഓതി ദുആ ചെയ്താൽ ഇൻഷാ അല്ലാഹ് ഈ നമ്മുടെ റമദാൻ മാസം കഴിയുന്നതിന് നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കുന്നതാണ്. അതുകൊണ്ട് ഈ അവസാന ദിവസങ്ങൾ നമ്മൾ ആരും നഷ്ടപ്പെടുത്തരുത്. ഇന്ന് തന്നെ അത് ചെയ്തു നോക്കൂ. ആ സൂറത്താണ് ഖുർആനിലെ ഹൃദയം എന്നറിയപ്പെടുന്ന സൂറത്താണ് സൂറത്തുൽ യാസീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസുകൾ വന്നിട്ടുണ്ട്, എല്ലാ കാര്യങ്ങൾക്കും ഒരു ഹൃദയമുണ്ട്. ഖുർആൻ്റെ ഹൃദയം സൂറത്തുൽ യാസീനാണ്. അതുകൊണ്ട് സൂറത്തുൽ യാസീൻ ഓതുന്നതിലൂടെ അള്ളാഹു പല ബർക്കത്തുകളും നമുക്ക് നൽകുന്നു. നമ്മുടെ പാപങ്ങൾ മാപ്പാക്കാൻ വേണ്ടി ദുആ ചെയ്യാം. നമ്മുടെ കുടുംബത്തിനും മക്കൾക്കും വേണ്ടി ദുആ ചെയ്യാം. മരിച്ചവർക്കായി ദുആ ചെയ്യാം. ദീർഘായുസ്സിനും ഈമാനോടുള്ള ജീവിതത്തിനും ഹലാൽ റിസ്ക് വർദ്ധിപ്പിക്കുന്നതിനും ഈമാനോടെ നല്ല അന്ത്യം ലഭിക്കുന്നതിന് വേണ്ടിയും സൂറത്തുൽ യാസീൻ ഓതാം. ഇനിയുള്ള ദിവസങ്ങളിൽ സൂറത്തുൽ യാസീൻ എടുത്ത് നല്ല വൃത്തിയായി ശുദ്ധിയായി ഇരുന്നു കൊണ്ട് 3 പ്രാവശ്യം തുടർച്ചയായിരുന്നു സൂറത്തുൽ യാസീൻ ഓതുക. സൂറത്തുൽ യാസീൻ ഓതിയതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് സ്വലാത്ത് ചൊല്ലിയതിന് ശേഷം നിങ്ങൾക്ക് എന്താണോ ആവശ്യങ്ങൾ, നിങ്ങൾക്ക് എന്താണോ ഉദ്ദേശം, നിങ്ങളുടെ എന്താണോ ആവശ്യങ്ങൾ എന്താണോ അതെല്ലാം അള്ളാഹുവിനോട് ദുആ ചെയ്യാവുന്നതാണ്. ദുആ ചെയ്താൽ തീർച്ചയായും അതിന് ഫലം കിട്ടും. റമദാൻ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് റബ്ബേ എനിക്ക് നീ ഇത് ഫലം കിട്ടിത്തരണമേ എന്ന് അള്ളാഹുവിനോട് നിങ്ങൾ കേണപേക്ഷിച്ച് അള്ളാഹു തആല അത് സ്വീകരിക്കുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ട സഹോദരിമാരെ, റമദാൻ മാസം നമ്മെ വിട്ടുപോകാൻ പോവുകയാണ്. ഈ മഹത്തായ മാസം വീണ്ടും നമുക്ക് ലഭിക്കുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ഇനിയുള്ള ഈ വിലപ്പെട്ട ദിവസങ്ങൾ നമ്മൾ കളയരുത്. സമയം കണ്ടെത്തി ഖുർആനോത്, സൂറത്ത് യാസീനോത്, അള്ളാഹുവിനോട് നമ്മുടെ മനസ്സ് തുറന്ന് ദുആ ചെയ്യൂ. നമ്മുടെ പാപങ്ങൾക്കായി അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കൂ. അള്ളാഹു കരുണാമയനാണ്. അവൻ തൻ്റെ അടിയാറുകളുടെ ദുആകൾ കേൾക്കുന്നവനാണ്. അത് ഒരിക്കലും അവൻ തള്ളിക്കളയുകയില്ല. അള്ളാഹു റമദാനിൻ്റെ മുഴുവൻ ബർക്കത്തും നേടാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവരും ഒരു ഉപകാരം ചെയ്യണേ ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ ലൈക്കും കമൻറ്റുമാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്ത് പോവാതെ മുഴുവൻ വീഡിയോയും കണ്ട് ലൈക്ക് ചെയ്യണേ.